ഹായ് ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് മാസങ്ങൾ 3 മാസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈറ്റിൽ ഈ റെസ്റ്റോറൻ്റാണ് കാണുന്നത്. അപ്പുറം കാണുന്നത് അത് റെസ്റ്റോറൻ്റാണ് ആ ടേബിൾ വെച്ചിട്ടുള്ളത്. മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ വർക്ക്, സീലിങ്ങിലെ വർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു റൂം കിച്ചണാണ്. കിച്ചണിലെ വയറിംഗ് ഒക്കെ കംപ്ലീറ്റഡ് ആണ്. പോയിന്റുകളുണ്ട്, അതൊക്കെ ലൈറ്റ് പോയിന്റ് 2 ലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിങ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളൂ. അതുപോലെ ഇനി പ്ലംബിങ് വർക്കുകൾ, അതുപോലെയുള്ള കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നത് നമ്മളൊരു പാനൽ ബോർഡുകളൊക്കെ എത്തിയിട്ടുണ്ട്, സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ 2 പാനൽ ബോർഡാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വെറുതെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ, ഇൻസ്റ്റാളേഷൻ അല്ല പറയുന്നത്. ആ ചെറുതാണ് ലിഫ്റ്റ് പാനൽ, അത് ഏറ്റവും ടെറസിൽ നമുക്ക് വെക്കാനുള്ളതാണ്. ഈ ഒരു പാനലാണ് കിച്ചൺ പാനൽ. ഈ ഒരു ഏരിയയിലെ റെസ്റ്റോറൻറ്റ്, കിച്ചണ്, ഈ പുറത്ത് വേറൊരു കിച്ചൺ കൂടി ഉണ്ട്, ഔട്ടർ സൈഡ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ ഈ ഏരിയ. അങ്ങനെ ഇവിടെ ഒരുപാട് പവർ വർക്കുകളുണ്ട്, 3 ഫേസ്, അതുപോലെ സിംഗിൾ ഫേസിൻ്റെ ഇൻഡസ്ട്രിയൽ സോക്കറ്റുകൾ, 12 ഇൻഡസ്ട്രിയൽ സോക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ വന്നത് മുകളിൽ കുറച്ച് വർക്കുകളൊക്കെ ഇനി പെൻഡിങ് ഉണ്ട്. അവിടെ ഒരു വയറ്, അവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ്റെ ഒരു പോയിന്റ് വേണ്ടിയുടെ കൊടുന്ന് വെച്ചാണ്. എല്ലാ സൈറ്റിലും പോലെ തന്നെ ഇവിടെയും കുറച്ചുകൂടെ കൊടുന്ന് വെക്കും, കംപ്ലീറ്റ് ആക്കണമെന്ന് പറയും. ആയിട്ടില്ല, വർക്ക് ഓൺ പ്രോസസ്സിങ് ആണ്. ഇതുണ്ടോ, ഇവിടെ 2 പോയിന്റ് ഉണ്ട്. അതിനടുക്ക് ഇവിടെ ഒരു പ്രശ്നം പറ്റി. ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ 2 പവർ പ്ലഗ് വെച്ചായിരുന്നു. പക്ഷേ ഡിസൈനിങ്ങിൽ പവർ പ്ലഗ് ഇനി മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിൽ ഒഴിവാക്കിയിട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കണം. പണികൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എക്സ്ട്രാ അധിക വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ സൈറ്റിലും അങ്ങനെ തന്നെയാണല്ലോ. ആ ഒരു അനുഭവം ഈ വീഡിയോ കാണുന്ന എല്ലാ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും. ഇപ്പോൾ വീടിൻ്റെ വർക്കാണെങ്കിലും ബിൽഡിംഗ് വർക്കാണെങ്കിലും എന്ത് വർക്കാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് കിച്ചൺ പാനൽ കേട്ടോ. കിച്ചൺ പാനൽ 160ൻ്റെ സ്വിച്ച്, മെയിന്, അതുപോലെ 2 ഔട്ട് ഗോയിങ് ആണുള്ളത്. ഒന്ന് ഈ റെസ്റ്റോറൻറ്റ് കിച്ചണിലേക്കും, ഒന്ന് അപ്പുറം സൈഡുണ്ട്, ഒന്ന് സ്പെയറും. അങ്ങനെ ഒരു വാളിൽ വെക്കുന്ന കേട്ടോ എക്സ്പാൻഷൻ ബോൾട്ടിൽ ഒരു സൈഡിൽ 3 ഉണ്ട്, അങ്ങനെ 6 നല്ല വെയിറ്റ് ഉണ്ട്. 4 ആൾ പൊക്കിയിട്ടാണ് ഇത് എടുത്ത് തുറന്നുള്ളത്. നല്ല വെയിറ്റ് ഉണ്ട്, ഫുള്ള് ടോപ്പ് എൻട്രിയാണ്. ഇൻകമർ ഔട്ട്ഗോയിങ്ങിന് 3 സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ചേംബർ, പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ എടുത്ത് പറയേണ്ടത് എർത്തിന് വേണ്ടിയിട്ട് നല്ല ഫിനിഷിങ്ങിൽ എർത്ത് ഒരു ബെഞ്ച് തന്നെ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നുള്ളത്. അതുകൊണ്ട് എർത്തിങ് കൊടുക്കാനൊക്കെ നല്ല ഇവിടുന്ന് ഇൻകമർ കൊടുക്കാനും അതുപോലെ DBയിലേക്ക് ലൂപ്പ് എടുക്കാനൊക്കെ വളരെ സൗകര്യമാവും. ഇത് നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. നല്ല ഫിനിഷിങ്ങുള്ളൊരു പാനൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ബസ് ബാർ വരുന്നത് താഴെ കേട്ടോ, ബസ് ബാർ താഴെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ചെറിയ പാനൽ ഏതായാലും കണ്ടുകൊണ്ട് പറയട്ടോ, അത് ലിഫ്റ്റ് പാനലാട്ടോ, ചെറിയ പാനൽ. ഇതിൻ്റെ അകത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് നമുക്ക് 3 ഫേസും വേണ്ടി വരും, സിംഗിൾ ഫേസ് DB ഉണ്ടാവും. സാധാരണ അങ്ങനെയാണ് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ DB സെപ്പറേറ്റ് തന്നെ വെക്കലായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് തന്നെ ഒറ്റ പാനലാക്കിയിട്ട് നല്ല സൗകര്യമാണ്. ഇപ്പോൾ ഓരോ ഇതിങ്ങനെ സൈറ്റ് കൂടുന്തോറും അതിനനുസരിച്ച് ഇങ്ങനെ ഇതിൻ്റെ സൈസ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ കേബിളൊക്കെ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ കേബിൾ ഇൻകമർ 95ൻ്റെ കേബിളാണ് ഇതിൻ്റെ ഇൻകമർ. ഇത് 95ൻ്റെ കേബിൾ, അതേപോലെ 2 ഔട്ട് ഗോയിങ്ങും ഈ ഒരു വാളിലാട്ടോ. ഇവിടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാളിൽ ഇവിടെ ആയിട്ടാണ് അത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഒരു DB. ഈ കിച്ചണിലേക്ക് വരുന്ന പവർ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ DBയിലാണ്. ഇത് ഒരു MCCB DB ആണ്. ഇത് പിന്നെ തൊട്ടടുത്ത് ലൈറ്റ് DB ആണ്. പിന്നെ വരുന്നത് അങ്ങേ സൈഡിൽ, അപ്പുറം സൈഡിലുണ്ട് ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. അവിടത്തേക്കും ഇവിടെ നിന്നാണ് പോകുന്നത്. ഇത്രയും സെക്ഷനാണ് ഈ ഒരു കിച്ചൺ പാനലിൽ വരുന്നത്. ഇതിൻ്റെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടാവും. സ്ട്രിപ്പ് 25x3 ഇതിലോട്ട് മേലോട്ട് എടുത്തിട്ട് പാനലിൽ വെക്കുമ്പോൾ ഇതിലേക്കും കണക്ട് ചെയ്യും. ഇതിലേക്ക് കണക്ട് ചെയ്യണം, ബാറിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള നെക്സ്റ്റ് വർക്കിനെ കുറിച്ചൊക്കെ അടുത്തടുത്ത ഓരോ വീഡിയോകളൊക്കെ ചെയ്യാം, പരമാവധി ട്രൈ ചെയ്യാം. ഇതിന് മുമ്പൊക്കെ ഞാൻ പല പ്രാവശ്യം
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. മുമ്പൊക്കെ സ്ഥിരമായി നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു, പലരും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാനൊക്കെ ഇപ്പോഴും വീഡിയോ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. പരമാവധി ട്രൈ ചെയ്യാം ഇനി വീഡിയോ ചെയ്യാമെന്നൊക്കെ. ഈ ഒരു ഏരിയ കണ്ടപ്പോഴാണ് ഓക്കെ ഏതാ ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊന്നും പറയാം. ഈ മെറ്റീരിയലിനെ പറ്റി പലയിടത്തും കാണുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ താങ്ക് യു. ഒരു കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ.